ഹായ് നമസ്കാരം. വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ആൻഡ് ടേൽസ് വിത്ത് സുധ. നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. അതെ, ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് ഒരു നല്ല ഹെൽത്തി ആയിട്ടുള്ള ക്യാരറ്റ് ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ക്യാരറ്റ് നമ്മുടെ സ്കിന്നിനും നമ്മുടെ ഐ ഹെൽത്തിനും നമ്മുടെ ഹാർട്ട് ഹെൽത്തിനും ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനും ഒക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ഈ ക്യാരറ്റിൻ്റെ കൂട്ടത്തിൽ വേറെ 1-2 ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് ഇതൊന്നും കൂടെ ഹെൽത്തി ആയിട്ടാണ് ഞാൻ ഈ ഡ്രിങ്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മീഡിയം സൈസിലുള്ള 2 ക്യാരറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ക്യാരറ്റിനെ ഒന്ന് നമുക്ക് നന്നായിട്ട് കഴുകി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മളിത് മിക്സിയിലിട്ടിട്ട് അരയ്ക്കുമ്പോൾ പെട്ടെന്ന് അരഞ്ഞ് കിട്ടാനായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണമായിരിക്കും എപ്പോഴും ബെറ്റർ. അപ്പോൾ ഈ നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത ഈ ക്യാരറ്റിനെ നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ക്യാരറ്റ് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്കൊരു 2 ടീസ്പൂൺ അളവിൽ കാഷ്യൂനട്ടും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. 1 ടീസ്പൂൺ ഇട്ടത് വീഡിയോ എനിക്ക് കിട്ടിയില്ല, അപ്പം ഞാൻ വീണ്ടും 1 ടീസ്പൂണും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ 2 ടീസ്പൂൺ കാഷ്യൂനട്ട്, പിന്നെയാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് തേങ്ങ ചിരകിയത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മധുരത്തിന് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ശർക്കരയാണ്. ഒരു 2 ടേബിൾ സ്പൂണ് ശർക്കരയുടെ പൊടിയും കൂടെ ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ 2 ടീസ്പൂണ് ശർക്കര പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്ക് വെള്ളം വേണം. ഞാനിവിടെ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിനകത്തുനിന്ന് ഒരു 1/4 കപ്പ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. വെള്ളം മുഴുവൻ ഒന്നിച്ചു കൊടുത്താലേ ക്യാരറ്റ് അരഞ്ഞു കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് ഈ ക്യാരറ്റിനെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ഇവിടെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആ ബാക്കി വെച്ചിരിക്കുന്ന 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കിനി ഇതിനെ വീണ്ടും നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഞാനിതിനെ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ചെറുതായിട്ട് പീസായിട്ടുള്ള ക്യാരറ്റ് കിടപ്പുണ്ട്. അതവിടെ കിടന്നോട്ടെ. അത് നമ്മൾ കുടിക്കുമ്പോൾ ഇതിങ്ങനെ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിനെ ഒന്ന് സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഈ ക്യാരറ്റിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യാനും എല്ലാം ഒന്ന് ഓർത്തേക്കണം കേട്ടോ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ നമ്മളെ സപ്പോർട്ട് ചെയ്യണേ. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്.